വയനാട് വെണ്ണിയോട് വയോധികയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. വൈപ്പിടി സ്വദേശിനി ഫാത്തിമയാണ് മരിച്ചത്. കൊലപാതകം മോഷണ ശ്രമത്തിനിടയിലെന്നാണ് സംശയം. വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടന്നിട്ടുണ്ട്. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കമ്പളക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫൈസൽ നെടുമ്പാല വിവരങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, മോഷണത്തിനിടെയുള്ള കൊലപാതകം എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? ആരാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലേക്കൊക്കെ പോലീസ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ ഇപ്പോൾ? മഹേഷ്, മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നാണ് പ്രാഥമികമായ നിഗമനം. പോലീസ് ആ ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവരുടെ സ്വർണ്ണാഭരണം കവർച്ച ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തും മർദ്ദനമേറ്റ പാടുകളൊക്കെ തന്നെ ഉണ്ട്. ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി ഒറ്റയ്ക്ക് താമസിച്ച് വരികയാണ്. വയനാട് വെണ്ണിയോട് വൈപ്പടിയിലാണ് ഇവർ താമസിക്കുന്നത്. വീട്ടിൽ ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. ഇവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഇളയ മകൻ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖത്തുൾപ്പെടെ പരിക്ക് പറ്റിയ പാടുണ്ട്. അത് മാത്രമല്ല, ഇവരുടെ മാലയും കമ്മലും കവർന്നതായിട്ടുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കമ്പളക്കാട് പോലീസാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രതി ആരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും ചില സൂചനകൾ ലഭിച്ചതായാണ് നമുക്ക് അവസാനം ലഭിക്കുന്ന വിവരം.